ഇപ്പോൾ ഷിരൂരിൽ നിന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. അതായത് കാലാവസ്ഥ കുറച്ച് അനുകൂലമായി വരുന്നു. മാത്രമല്ല അടിയൊഴുക്കിന് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധന്മാർക്ക് കുറച്ച് ജോലി ചെയ്യാൻ കഴിയും. നദിയിൽ നീരൊഴുക്ക് കുറയുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്കിപ്പം ആഷ്മി താജ് ഇബ്രാഹിം ചേരും. അല്പ നിമിഷങ്ങൾക്കകം എസ് വിജയകുമാറിനെ കൂടി നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ആഷ്മിയിലേക്ക്. ആഷ്മി, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ആഷ്മി, യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? എസ് കെ ഇന്നലെ രാത്രിയും മലയോര മേഖലകളിലെ മഴ നമ്മൾ കരുതി അത്ര മഴയില്ല എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഈ നദിയിലേക്കുള്ള നീരൊഴുക്ക് കുറയുന്നത്. എസ് കെ അത് നീരൊഴുക്ക് എന്ന് പറയുന്നത് നദിയിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഇൻഫ്ലക്സ് മാത്രമാണ്. അടിയൊഴുക്ക് പക്ഷേ അപ്പോഴും അങ്ങനെ ഈ പറയുന്ന 2 to 3 knots എന്ന് പറയുന്ന നാവികസേന സ്ക്യൂബ ഡൈവർമാർക്ക് ജമ്പ് ചെയ്യാൻ ആവശ്യമായ അവസ്ഥയിലേക്ക് ഇപ്പോഴും അത് കുറയുന്നില്ല. എസ് കെ അത് കുറയണമെങ്കിൽ ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നദിയിലേക്കുള്ള നീരൊഴുക്കിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 ദിവസമെങ്കിലും മഴ പൂർണ്ണമായി അത് നഗര ഗ്രാമ മലയോര വ്യത്യാസമില്ലാതെ 1.5 ദിവസം മഴ പൂർണ്ണമായി മാറി നിന്നാൽ മാത്രമേ, ഏകദേശം ഒരു വെയിലിൻ്റെ അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ അടിയൊഴുക്കിൽ എന്തെങ്കിലും ഒരു കുറവ് അത് ക്രമാനുഗതമായി മാത്രമേ കുറയുള്ളൂ. സ്കാൻ അടിയൊഴുക്കിൽ എന്തെങ്കിലും ഒരു കുറവ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ നാവികസേനയെ ബന്ധപ്പെടുമ്പോൾ നാവികസേന ജമ്പർമാർക്ക് ചാടാൻ ആവശ്യമായ ഒരു സംവിധാനം അവിടെ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ നേവി ഒരു കാര്യം പറയുന്നുണ്ട്, ഈ സൈഡ് സ്കാൻ സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരുകയാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ലോറി താഴെ കിടക്കുന്നു എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ മുകളിൽ അടിങ്ങി മണ്ണുണ്ട് നേരത്തെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ കുത്തൊഴുക്കിൽ മണ്ണ് അതിൻ്റെ മുകളിൽ നിന്ന് അല്പമെങ്കിലും മാറിയിട്ടുണ്ടോ എന്നും, അതല്ല കൂടുതൽ ഇപ്പോൾ അവിടെ പല മേഖലകളിലും ഇപ്പോഴും മല ഇടിയുന്നുണ്ട്. സ്കെൻ എന്ന് വെച്ചാൽ മലയോര മേഖല ചെറിയ മല ഇപ്പോഴും ഇടിയുന്നുണ്ട്. അപ്പോൾ ആ ഇടിഞ്ഞു വരുന്ന മണ്ണ് അടിഞ്ഞ് വീണ്ടും കൂടുതൽ മണ്ണ് കൂട്ടുന്നു. ഒന്നുകിൽ മണ്ണ് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മണ്ണ് കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സൈഡ് സ്കാൻ സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന. എസ് കെ അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ രക്ഷാദൗത്യം അനിശ്ചിതത്വത്തിലാണ് എന്ന് നിസ്സംശയം പറയാമെങ്കിൽ പോലും അവർ സാധ്യമാവുന്നതിൻ്റെ പരമാവധി സാധ്യതകൾ പരിശോധിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പോണ്ടൂൺ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വാട്ടർ ബ്രിഡ്ജാണ്. എസ് കെ 2 സാധ്യതകളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോറി കിടക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായി ഈ പറയുന്ന വലിയ എയർബഡ് ഇങ്ങനെ ഇടുന്നു. അത് അതിൽ നിന്ന് അങ്ങോട്ടേക്ക് ചാടുന്ന ജമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നേവി സ്ക്യൂബ അംഗവുമായി ഈ പോണ്ടൂണിൽ ഒരു ബന്ധമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി, ഈ പോണ്ടൂൺ അവിടെ ഇടുന്നതിലൂടെ ഏതെങ്കിലും തരത്തിൽ അവിടുന്ന് കുത്തിയൊലിച്ച് വരുന്ന ഒഴുക്കിന് ഒരു അല്പമെങ്കിലും ഒരു കുറവുണ്ടാകുമോ ഒരു സാധ്യത പരിശോധിക്കൽ പോണ്ടൂണ് ബന്ധപ്പെട്ട് എസ് കെ ഇപ്പോൾ മോഡുലാർ ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റൂൺ അങ്ങനെയുള്ള ഈ മേഖല ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനികമായ പ്ലാന്റൂൺ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത്. പോണ്ടൂൺ ഈ പറയുന്ന വലിയ കുത്തൊഴുക്കിൽ പോണ്ടൂൺ എത്രത്തോളം അവിടെ പ്രാക്ടിക്കലാകും എന്നൊരു ആശങ്ക ഉറപ്പായും അവിടെ ഉണ്ട്. അത് ആ സാധനം അല്പസമയത്തിന് വന്ന് അത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വലിയ കുത്തൊഴുക്കിൽ അത് സ്റ്റേബിളായി അവിടെ നിൽക്കാൻ കഴിയുമോ എന്ന് അറിയാൻ കഴിയുള്ളൂ. പോണ്ടൂൺ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റേബിളായി അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അത് കേന്ദ്രീകരിച്ചുകൊണ്ട് നാവികസേന സ്കൂബ ഡൈവർക്ക് ഈ ജമ്പിങ് അല്പമെങ്കിലും എളുപ്പമാക്കാൻ കഴിയുമോ എന്ന ആലോചന അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലെ പല സാധ്യതകൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ NDRFിൻ്റെ ബോട്ടുകൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഈ മേഖലയിലെ ഈ സമയത്ത് ഒരു റിസ്ക് അനാലിസിസ് ഒരു സംഗതിയുണ്ട്. ഈ കുത്തൊഴുക്കിൻ്റെ ആളം, അടിയൊഴുക്കിൻ്റെ വേഗത ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടോ എന്ന പരിശോധനയാണ്. നേവി സംഘം ഈ കാണുന്ന ബ്ലാക്ക് ഡിങ്കി ബോട്ട് നേവിയുടെ ഡിങ്കി ബോട്ടാണ്. മറ്റേ ഓറഞ്ച് ബോട്ട് ആവട്ടെ അത് NDRFിൻ്റെതാണ്. ഈ ബ്ലാക്ക് ഡിങ്കി ബോട്ടിലാണ് റിസ്ക് അനാലിസിന് പോകുന്നത്. അത് നമുക്ക് നദിക്കരയിൽ നിൽക്കുമ്പോൾ കാണാം. ഈ ഡിങ്കി ബോട്ട് അവിടെ ഇങ്ങനെ അനങ്ങാതെ നിന്ന് ഒരു സംവിധാനം ഇട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഈ കുത്തൊഴുക്കിൻ്റെ സാധ്യത പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ സൈഡ് സ്കാൻ സോണാർ ആവട്ടെ ഒരു ബോട്ടിൽ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് താനും. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോഴും ഈ പറഞ്ഞ 12ാം ദിവസവും അവരുടെ മനോവീര്യം കൈവിടാതെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇപ്പോഴും അടിയൊഴുക്കിനെ നമ്മുടെ ഈ ദൗത്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേവി സ്ക്യൂബ ഡൈവറുടെ അങ്ങോട്ടേക്കുള്ള ജമ്പാണ്. അതിപ്പോഴും സാധ്യമാവുന്നില്ലെന്നാണ് പ്രശ്നം. അപ്പോഴും ഈ ലക്ഷ്മണന്റെ ചായക്കട കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. സ്കാൻ അവിടുത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധന തുടരുന്നു. അവിടെ ഈ പോലീസ് സംഘം SP നമ്മൾ ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോഴും SP ചില സാധ്യതകൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അർജുന ചായക്കടയിൽ കയറിപ്പോയി എന്ന ആ ദൃക്സാക്ഷി മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ SP ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. SK ഇപ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയൊരു മഴയ്ക്ക് ഇപ്പോൾ ഒരു ശമനമുണ്ട്. ഞാൻ ഇന്നലെ അവിടെ നിന്നാണ്. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് നല്ല വെയിൽ വന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ദുരന്തഭൂമിയിലേക്ക് നമ്മൾ മാധ്യമങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. ആ ദുരന്തഭൂമിയിൽ പോയി മടങ്ങി വരുന്ന വഴി അപ്പോൾ നമ്മൾ ദുരന്തഭൂമിയിൽ നിൽക്കുമ്പോഴും ഏതാണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആശ്വസിച്ചു, കാലാവസ്ഥ മാറുകയാണ്. കാര്യം നല്ല ചൂടുള്ള വെയിൽ, നല്ല സൂര്യൻ വരുന്നു, ചൂടുള്ള വെയിലായിരുന്നു. ആ ദുരന്തഭൂമിയിൽ പോയി അപ്പോൾ ഞാൻ അനുജയുമായി ലൈവിൽ പറയുന്നുണ്ട്, അനുജ നല്ല കാലാവസ്ഥയാണെന്ന് പറഞ്ഞ്
നാക്ക് വായിലിട്ടിടുന്ന മുമ്പ് അസാധ്യ പെരുമഴ അവിടെ അങ്ങ് പെയ്യുകയായിരുന്നു. പറഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അസാധ്യ മഴയും അസാധ്യ കൊടുങ്കാറ്റും. എസ് കെ അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ആ ദുരന്തഭൂമിയിലേക്ക് കുറേ അധികം ദൂരം നടന്നാണ് പോകുന്നത്. അതിൻ്റെ ഒരു സൈഡ് മൊത്തം മലയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണാത്ത ഒരു മലയിടിച്ചിൽ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ കാണുകയാണ്. എന്നാൽ അത് ഭീകരമായ മലയിടിച്ചിലല്ല, ഒരു മല അതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞിങ്ങനെ മണ്ണിൽ റോഡിലേക്ക് വീണ് കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽ എടുക്കാൻ നമുക്ക് അനുവാദമില്ലാത്തതുകൊണ്ട് എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് അവസ്ഥ. അവിടെ നമ്മൾ സ്വിച്ചിട്ട പോലെ കാലാവസ്ഥ വളരെ വേഗം മാറും. അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഈ വെയിലോ അല്ലെങ്കിൽ മഴക്കുറവോ ഏതെങ്കിലും തരത്തിൽ ഷിരൂരിലെ കാലാവസ്ഥ വെച്ച് നമുക്ക് അത് നമ്പാൻ കഴിയില്ല, അത് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം എസ്കേൻ, ഇത് എന്താണ്, ഈ അടിയൊഴുക്ക് 100% ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്ന അവർ തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളെ എന്ന് പറഞ്ഞാൽ ഈ ഗംഗാവലിയുടെ അടിയൊഴുക്കൽ നന്നായി അറിയാവുന്ന, ആഴത്തെട്ട് നന്നായി അറിയാവുന്ന ഈ മത്സ്യത്തൊഴിലാളികളെ ഇറക്കിക്കൊണ്ടുവന്ന അവിടെ പരിശോധന എന്നാണ് അറിയാൻ കഴിയുന്നത്. എസ്കേൻ അവർ വന്നു എന്ന് പറഞ്ഞാൽ പോലും അവിടുത്തെ പ്രശ്നം ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേവിയുടെ ഡൈവർമാർ അതിവിദഗ്ധരായ ഡൈവർമാരാണ്. അവർക്ക് ഹൈ എൻഡ് പ്രാക്ടീസ് കിട്ടിയ ഡൈവർമാരാണ്. അവർക്ക് സാധ്യമാകാത്തത് തദ്ദേശീയരെ, ഞാൻ അവരെ കുറച്ച് കാണുന്നതല്ല, പക്ഷേ അവർക്ക് സാധ്യമാകാത്ത തദ്ദേശീയരെ മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് ശരിയാണ്. അവരവരുടെ ജീവിത പാഠങ്ങൾ കൊണ്ട് പഠിച്ച പാഠങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഇത് ഒരു മനുഷ്യനും നിലനിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിലുള്ള ആഴത്തിലുള്ള വലിയ കുത്തൊഴുക്കാണ്. അവിടെ ഈ പറയുന്ന അവരെ കൊണ്ടുവന്ന പരിശോധന എത്രത്തോളം ഫലപ്രദമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ നോക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി സാധ്യതകൾ തേടുക എന്നുള്ളതാണ് ദൗത്യസംഘത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും ആ ദൗത്യം അവിടെ തുടരുകയാണ് സ്കാൻ എന്ന് പറയുമ്പോൾ പോലും ഈ പറഞ്ഞ 12ാം ദിവസവും നമ്മുടെ ഏറ്റവും കാതലായ ചോദ്യം ബോട്ട് എവിടെ എന്നുള്ളതല്ല, അതിൻ്റെ ക്യാബിൻ എവിടെ എന്നുള്ളതല്ല, അതിൻ്റെ അവസ്ഥ എവിടെയെന്നുള്ളതല്ല, നമ്മുടെ അർജുൻ എവിടെയാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും ആ ചോദ്യത്തിന് അത് പുഴയിലാണോ കരയിലാണോ എവിടെയെങ്കിലും ഉണ്ടോ ജീവനോടെ ഉണ്ടോ എന്ന ചോദ്യത്തിന് പോലും നമുക്ക് ഒരു ബേസിക് ഉത്തരം കിട്ടുന്നില്ല. എസ് കെ. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നു, ആഷ്മി ഇപ്പോൾ സ്റ്റുഡിയോയിലാണോ? ആഷ്മി ഇന്ന് വെളുപ്പിന് മടങ്ങി വന്നതേ ഉള്ളൂ. ഇത്രയും ദിവസങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതേസമയം നമ്മുടെ വാർത്താ സംഘം അവിടെ തുടരുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ റീജിയണൽ മേധാവിയായി ജോലി ചെയ്യുന്ന ഷഫീദ് റാവുത്തർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. നമ്മളൊരു വലിയ വാർത്താ സംഘം നമ്മൾ അർജുൻ്റെ തെരച്ചിലിൻ്റെ നിറസാക്ഷ്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്.